ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ? ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സീരിയലില്ലേ, നമ്മുടെ അനുരാഗ ഗാനം പോലെ, ആ സീരിയലിൻ്റെ 200ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മോറിസ് എൻ്റർടൈൻമെൻറ്റ്സ്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് സ്റ്റുഡിയോ, അപ്പോൾ അതിന് ഉള്ളിലാണ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 200ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ടി വിയിൽ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടുത്താം നമുക്ക്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. സെലിബ്രേഷൻ നടക്കുന്ന അവിടെയാണ്, അങ്ങോട്ട് പോവാം. മിലീനിയം ഓഡിയോസിന്റെ സിസ്റ്റർ കൺസേൺ ആണ് കേട്ടോ മോറിസ് എന്റർടൈനർ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള റീന മാം ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ അഖിൽ ഉണ്ട്, പിന്നെ എഡിറ്റർ ലിബിൻ, അങ്ങനെ കുറേ പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തെ അഭിനേതാക്കളായിട്ടുള്ള മാത്യു ജോട്ടി, അതുപോലെ കുറേ പേര് ഇനി വരാനുണ്ട്. നമ്മുടെ മെയിൻ താരങ്ങളും എല്ലാവരും എത്താനുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഡബ്ബിംഗ് സ്യൂട്ട് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഡബ്ബിംഗ് സ്യൂട്ട് ദ മുകളിലാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് മുകളിലേക്ക് എത്താം. മുകളിലെ ഡബ്ബിംഗ് സ്യൂട്ടിലാണ് ഇതിൻ്റെ ഡബ്ബിംഗ് നടക്കുന്നത്. താഴെയുള്ള സ്യൂട്ടിലാണ് എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. നമ്മുടെ അനുരാഗം ഗാനം പോലെ എന്ന ഈ ഒരു സീരിയലിൽ നവ്യ എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത്. അതാ ഇവിടെ എഡിറ്റ് ചെയ്യുകയാണല്ലോ. ആഹാ, കറക്റ്റ് എൻ്റെ ശബ്ദം. ശരിയാണ് ആ ശബ്ദം. അതുപോലെ അവർക്ക് ജീവിച്ചാൽ പോരെ. അപ്പോൾ ഇനി ഡബ്ബിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഞാൻ കുറേയൊക്കെ ഡബ്ബിംഗ് പ്രോസസ്സ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. അപ്പോൾ ഈ സ്റ്റുഡിയോയുടെ ഇതിനകത്തിരുന്നാണ് കേട്ടോ ഡബ്ബ് ചെയ്യുക. കണ്ടോ, ഞാൻ അതിനകം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെയാണ് നമ്മുടെ ഡബ്ബിങ്ങിൻ്റെ എഡിറ്റർ ഇരിക്കുന്നത് കേട്ടോ. എഡിറ്റർ വൈശാഖാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് വൈശാഖ്. അപ്പോൾ വൈശാഖാണ് നമ്മുടെ ഈ ഒരു സീരിയലിൻ്റെ 145ാമത്തെ എപ്പിസോഡ് മുതലാണ് കേട്ടോ വൈശാഖ് ചേർന്നത്. വൈശാഖ് എഡിറ്റ് ചെയ്യാനായിട്ട് ചേർന്നത്. എവിടെയാണ് വൈശാഖിൻ്റെ വീട്? എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ ഈ ഒരു സീരിയൽ 145ാമത്തെ തൊട്ട് ഇപ്പോൾ എത്രാമത്തെ എപ്പിസോഡായി നിൽക്കുക? 200 കഴിഞ്ഞു. 200 കഴിഞ്ഞുള്ള എപ്പിസോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ വ്യൂവേഴ്സിന്? ഇത് നമ്മള് സിങ്കിന്റെ സെക്ഷനാണ്. നമ്മള് ഇത് ഫൈനൽ വീഡിയോ ആണ്. നമ്മള് സീൻ ബൈ സീൻ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ ഈ ഫൈനലിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും സിങ്ക് ചെയ്യും. എന്നിട്ട് ഇതിപ്പോ സിങ്ക് കഴിഞ്ഞ സെഷനാണ്. ഇത് നേരെ മിക്സിങ്ങിലോട്ട് പോകും. ഓക്കെ, അതായത് ഇപ്പം എല്ലാവരുടെയും ശബ്ദം ഇതിനകത്തേക്ക് വന്ന് ആ ശബ്ദം എല്ലാം കഴിഞ്ഞിട്ടാണ് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇത് ഓരോരുത്തരുടെ ട്രാക്കുകളാണിത്. ഓരോരുത്തരുടെ സൗണ്ട് ഉള്ള ട്രാക്കുകളാണ്. അല്ലേ, യാതൊരു കൂസലും ഇല്ലല്ലോ നിനക്ക്. ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കി പോകുന്നത്. നന്ദുവിന്റെ കല്യാണക്കാര്യം ഗിരിയേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാതെ അവിടെ നിൽക്കണ്ടെന്ന് എന്റെ ഭർത്താവ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതുപോലെ ഓരോരുത്തരുടെ ട്രാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അതെല്ലാം കൂടെ കറക്റ്റ് സിങ്ക് ആക്കി മിക്സ് ആക്കി ലിപ്പിന് സിങ്ക് ആക്കി മിക്സ് ആക്കി പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത് വൈശാഖ്? ഇത് മിക്സിങ് വരെയാണ്. ഇത് ഫൈനൽ മിക്സ് ചെയ്തിട്ട് മ്യൂസിക്, എഫക്ട്സ്, പിന്നെ നമ്മുടെ വോക്കൽ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റർക്ക് കൊടുക്കും. എഡിറ്ററാണ് ഫൈനൽ ഔട്ട് എടുക്കുന്നത്. അതായത് മ്യൂസിക്കും എല്ലാം മിക്സ് ചെയ്യുന്നത് അല്ല, മ്യൂസിക് എഫക്ട്സ് ഒക്കെ ഇവിടുന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതൊരു 2 ട്രാക്ക് ആക്കും, ഒറ്റ ട്രാക്ക് ആക്കും. അതൊക്കെ കൂടി ഒറ്റ ട്രാക്ക് ആക്കും. എന്നിട്ട് അവർക്ക് കൊടുക്കും. ആ ട്രാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നതെല്ലാം തന്നെ പല പല ട്രാക്കുകളാണ്. ഇങ്ങനത്തെ കുറേ ട്രാക്ക് എടുത്തിട്ടുണ്ടാവും, എല്ലാവരുടെയും വോയിസ് ഇതെല്ലാം വന്ന്. അപ്പോൾ ഒരു 50ഓളം ട്രാക്കുകൾ ശരിക്കും ഒരെണ്ണത്തിൽ കാണില്ല. ഒരു സീനിൽ ഏകദേശം എത്ര പേരുണ്ടോ അവരുടെ എല്ലാം ശബ്ദം എല്ലാം വരും. അതിന്റെ കൂടെ മ്യൂസിക്കും എല്ലാം മിക്സ് ചെയ്ത് ഒറ്റ ട്രാക്ക് ആക്കും. അതിനുശേഷമാണ് ഫൈനൽ ഔട്ടിന് വേണ്ടി എഡിറ്ററുടെ അടുത്ത് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഞങ്ങളിവിടെ ഡബ് ചെയ്ത് സുഖമായിട്ട് പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിപ് സിങ്കിങ്ങും എല്ലാം മിക്സിങ് കാര്യങ്ങളെല്ലാം ഇവരാ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോ ഒന്ന് കണ്ടാലോ? എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോ അല്ലേ, അത് തൊട്ടപ്പുറത്താ, ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഇവിടെ നമ്മുടെ എഡിറ്റർ ഇരിക്കുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് അവർക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ നമ്മളെ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് സ്റ്റുഡിയോ വരുന്നത് കേട്ടോ. സ്റ്റുഡിയോ നമുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. യെസ്, ഇവിടെയാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. ഡബ്ബിങ് മൈക്ക് ഉണ്ട്, പിന്നെ ടി വിയിൽ കാണാം നമുക്ക് വിഷ്വൽ. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നാണ് ഡബ്. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി നോക്കാം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. എന്നിട്ട് അവരുടെയൊക്കെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ഇരയെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആരാന്നറിയോ? അതാ നോക്കിക്കോ,
എല്ലാവർക്കും പറയാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതാ ഞാൻ ഇനി ഒരാളെ പരിചയപ്പെടുത്താം. നമ്മുടെ അനുരാഗ് ഗാനം പോലെ എന്നതിൽ ഡബ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് വരുൺ. ഞാൻ അനുരാഗ് ഗാനം പോലെയിൽ ശ്രീനിഷിനാണ് വോയിസ് കൊടുക്കുന്നത്. ശ്രീനിഷിന്, അതായത് നമ്മുടെ കവിത ചേച്ചി നായികയുടെ ബ്രദർ അതെ അതെ ശ്രീനിഷിനാണ്. ഓക്കെ, അപ്പോൾ എത്രാമത്തെ എപ്പിസോഡ് മുതലുണ്ടായിരുന്നു? ഞാൻ ഒരു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു 10ാമത്തെ എപ്പിസോഡ് മുതലുണ്ടായിരുന്നു. അല്ല, ഇത് ഈ സീരിയൽ വേറെ ഏതൊക്കെയാ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കന്യാദാനം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏത് ക്യാരക്ടറാ? രഘു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോൾ കഥാനായിക എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ, അതിനകത്ത് വിശാഖ് എന്ന് പറഞ്ഞ. എത്ര നാളായി ഡബിങ്ങില്? ഡബിങ്ങിൽ ഞാനൊരു 9-10 വർഷമായി. അപ്പൊ നമ്മുടെ താരങ്ങളൊക്കെ ഇതായി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിത ചേച്ചി എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഇതിനകത്ത് അഭിനയിക്കുന്ന മിക്കവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കേക്കും എത്തിയിട്ടോ. 200ന്റെ പടി കടന്ന് അനുരാഗ ഗാനം പോലെ കേക്കും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരട്ടെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറും മിലീനിയത്തിന്റെ ആളുകളും എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അപ്പം നിത ചേച്ചി, പ്രോമി ചേട്ടൻ, അതുപോലെ തന്നെ മാത്യു ജോട്ടി, തുഷാര, അതുപോലെ നമ്മുടെ എഡിറ്റേഴ്സ്, ഡബ്ബിംഗ് കോർഡിനേറ്റേഴ്സ്, മിലീനിയത്തിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 200ാമത്തെ എപ്പിസോഡ് എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കുറേ പ്രശ്നങ്ങളിലും കൂടെ കടന്നിട്ടായിരുന്നു നമ്മളിങ്ങനെ ഇത്രയും ഒരു ഇതിലേക്ക് എത്തിയത്. വളരെ സന്തോഷം. ഇതേമാതിരി ഇനി മുന്നോട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് 1.5 വർഷം മുമ്പ് നമ്മളിതെല്ലാം എല്ലാവരും കൂടി ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച സമയത്ത് എല്ലാവരും പലയിടത്തും വന്നാണ്. കുറേ ഈ ക്രൂ മെമ്പേഴ്സ്, പ്രൊഡക്ഷൻ കമ്പനി, എല്ലാവരും പുതിയ ആളുകൾ ഒരു പുതിയ സംരംഭത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഈ പ്രൊജക്റ്റിൽ ഇത്രയും നാളും വർക്ക് ചെയ്തിട്ട്. കാരണം മനുഷ്യരെങ്ങനെയാണ് ഒരുമിക്കുന്നത്, എങ്ങനെയാണ് കൂട്ടു നിൽക്കുന്നത് ഒരു പ്രൊജക്റ്റ്, അത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. കാരണം ഇന്നത്തെ ഈ ദിവസം 200th എപ്പിസോഡ് എയർ ചെയ്യുന്ന സമയത്തും പ്രൊഡക്ഷൻ കമ്പനിയുടെ മുമ്പിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളതൊന്നും അറിയാറില്ല, പലതും നമ്മുടെ മുമ്പിലേക്ക് വരാറുകൂടിയില്ല. പക്ഷെ ഈ കമ്പനി ഇതിനേക്കാൾ വലിയ ഇവർക്കൊരു ജേർണി ഉണ്ടാവില്ല. അടുത്ത ഏത് പ്രൊജക്റ്റ് വന്നാലും ഇവർ വളരെ സ്മൂത്തായിട്ട് സെയിൽ ചെയ്തു. കാരണം അത്രയ്ക്കും ലെസൺസ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐ വിഷ് ദം ഓൾ ദ ബെസ്റ്റ്. കാരണം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞ ഈ പ്രൊജക്റ്റിൽ കുറേ പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും നമ്മളെല്ലാവരും തീയിൽ കുരുക്കുകയായിരുന്നു അല്ലേ. അപ്പൊ ഇനിയൊരു വെയിലത്ത് നമ്മൾ ഞാൻ കാസ്റ്റിങ്ങിന്റെ സമയത്ത് കവിത ചേച്ചി അതുപോലെ എന്താ പറയുക കോമൺ ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ്, ഡയറക്ടർ, അപ്പോൾ അത് വലിയൊരു ചാലഞ്ചായിരുന്നു. ചാനലിന്റെ പ്രൊമോ വോയിസ് ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ എൻ്റെ കഥ ഇതുവരെ എന്നുള്ള അതിൻ്റെ ആ വോയിസും ഞാനാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ചെറിയ ക്യാരക്ടർ വന്നു തരും. അതായിട്ട് എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.
അനുരാഗ് ഗാനം പോലെ മെയിൻ വില്ലത്തി അമ്മ നമ്മുടെ നിത ചേച്ചി ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം പാവാണ് ശരിക്കും. ഇത്രയും വില്ലത്തി എങ്ങനെയാ അഭിനയിച്ചത്? ശരിക്കും അതൊരു നെഗറ്റീവ് പോലത്തെ ഒരു റോളാണ്. ഇത് വരുമ്പോൾ എന്നെ ആളുകൾ നെഗറ്റീവായിട്ട് കാണും, അങ്ങനെ വിചാരിച്ചിരുന്നോ? അല്ല, അങ്ങനത്തെ ഒരു പേടിയില്ല. കാരണം എന്നെ എല്ലാവർക്കും വെറുതെ ഭാര്യ എന്ന് പറയുന്ന പരിപാടി മുതൽ എല്ലാവർക്കും അറിയാം. നിത ആരാണ്, നിത എന്താണ് ഒക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അനുരാഗ് ഗാനം പോലെ ഒരു നെഗറ്റീവ് വില്ലത്തി ക്യാരക്ടറാണ്. പക്ഷെ അതൊരു ക്യാരക്ടർ മാത്രമാണ്, നിതയല്ല. എല്ലാവരും നോട്ട് ചെയ്തോളാം. ആരാ ഇതിനകത്ത് ഡബിങ് ചെയ്യുന്ന ചേച്ചിയുടെ? അതിലെൻ്റെ ഡബിങ് എടുത്തു പറയണം, ടെൽമ ചേച്ചിയാണ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചിലർ ചോദിക്കുന്നുണ്ട് നിത തന്നെയാണോ സൗണ്ട് ചെയ്യുന്നതെന്ന്, വോയിസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ടെൽമ ചേച്ചി ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ടെൽമ ചേച്ചി. ഞാനത് എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോൾ നേരിട്ട് പറയണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെ, ഒരു ഡെയറി റൊട്ടീൻ നിത ചേച്ചിയുടെ? വേറൊരു വലിയൊരു ചോദ്യം കൂടെ, എങ്ങനെയാണ് ഹസ്ബൻഡ് കുട്ടികളെ ഇതൊക്കെ നോക്കിയിട്ട് ഷൂട്ടിങ്ങിലേക്ക് ഓടി വരുന്നത്? അതൊരു വലിയ കഥയാണ്. അത് ഒരു എപ്പിസോഡ് വേണ്ടി വരും. കാരണം രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ലൊക്കേഷനിൽ എത്തണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റ്, കാരണം എൻ്റെ മോൻ ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവന് രാവിലെ 7:30 ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഒരു 7 തൊട്ടടുത്താണ് സ്കൂള്, പക്ഷേ എന്നാലും ഒരു 7:15 അവന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വരാൻ. ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേറെ സെർവൻസോ ആ സമയത്തൊന്നും വരില്ല. സെർവൻസൊക്കെ വരുമ്പോൾ 8 മണിയാവും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒക്കെ കഴിഞ്ഞാണ് ഈ 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റിൽ ഓടിയെത്തുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സീരിയൽ നമ്മുടെ അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈവനിങ് 9 o'clock 9:30 ആണ്. അപ്പോൾ രാവിലെ വന്നാൽ ഈ 9:30 വരെ നമ്മൾ ഷൂട്ടായിരിക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് വേണം നമുക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. കാരണം ഞാൻ നേരെ വീട്ടിൽ നിന്ന് വന്ന് പോവുകയാണ്. നമ്മൾ വേറെ ഹോട്ടലിൽ താമസിക്കുകയല്ല, ലൊക്കേഷൻ അടുത്തായതുകൊണ്ട് നമ്മൾ പോയി വരുവാണ്. പക്ഷേ അതൊരു ശരിക്കും ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ബാലൻസ് ചെയ്യണം, അതേപോലെ തന്നെ ഇവിടത്തെയും ഈ 7:30 ആകുമ്പോഴത്തേക്ക് എത്തുകയും വേണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ ഒരു 70% അല്ലെങ്കിൽ ഒരു 60% കാര്യങ്ങളോട് ചെയ്ത് തീർത്തിട്ടായിരിക്കും വരുന്നത്. പക്ഷെ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോമിയാണെങ്കിലും കുട്ടികളാണെങ്കിലും ചെയ്യണമല്ലോ. നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ സീരിയലും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് തന്നെ. സിനിമ സീരിയൽ എന്താ വ്യത്യാസം കണ്ടുപിടിച്ചേക്കുന്നത്? പലരും പല വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി ആക്ടിങ്ങിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ആ ക്യാരക്ടർ, ഈ പറയുന്ന ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ നമ്മൾ അഭിനയിക്കുക തന്നെയാണ് രണ്ടിലും. ഏറ്റവും അടിപൊളിയായിട്ട് ഞങ്ങൾ ഡബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? ചേച്ചിയുടെ സാരി, ചേച്ചിയുടെ കമ്മല്, മാല, ഇതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എനിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് അതൊന്ന് പറയണം എന്നുള്ളത് ആലോചിച്ചു. അല്ല, എനിക്കൊരു ചെറിയ രീതിയിൽ ഞാൻ ഓൺലൈനിൽ ജ്വല്ലറിയുടെയൊക്കെ ബിസിനസ് സെയിലുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ജ്വല്ലറി ഇല്ലേ? അതല്ല, ഇത് ഇമിറ്റേഷൻ ജ്വല്ലറിയാണ്, ഇത് ഗോൾഡ് അല്ല. അപ്പൊ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ നമ്മളൊക്കെ സാധാരണ ഡെയിലി യൂസ് നമുക്ക് ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വാങ്ങി വെക്കാറുണ്ട്. അതാണ് ഈ കളക്ഷൻസ്. അതെല്ലാവരും പറയാറുണ്ട്. എനിക്ക് കൂടുതൽ മെസ്സേജുകൾ വരുന്നതും എൻ്റെ സാരിയുടെ ജ്വല്ലറിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് ഭയങ്കര ക്രൂരമായിട്ടൊക്കെ നമ്മുടെ ആ നോട്ടത്തിലൊക്കെ നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. മാത്രമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 1000 എപ്പിസോഡ് വരെ പോട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കവിത ചേച്ചിയാണ് കേട്ടോ. കവിത ചേച്ചി ഇതിനകത്ത് നമുക്കറിയാം താരമാണ്, ഈ ഒരു സീരിയലിൻ്റെ മെയിൻ ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ഡബ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ച് സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്നതല്ലേ? അത് ആർക്കും കൊടുത്തില്ല. എന്താ? ഡബിങ് ചെയ്യാൻ തുടങ്ങിയത് കുറേ വർഷമായി. എനിക്ക് തോന്നുന്നു ഞാൻ KK രാജീവ് തന്നെ ചെയ്തു. ഇപ്പം ഈ അടുത്തോടെയൊക്കെ സീരിയൽ എനിക്ക് തോന്നുന്നു KK രാജീവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഫസ്റ്റ് ഞാൻ തന്നെ ശബ്ദം കൊടുക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ഒബ്വിയസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അഭിനയിച്ച് ഒരു 10 ദിവസത്തെ സ്കെഡ്യൂൾ കഴിഞ്ഞ് ഡബിങ്ങിനും 2 ദിവസം ഇരുന്നിട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഗാ പരമ്പര എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ
റോൾ IPS ഓഫീസറിൻ്റെ ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രിക്ക്. അപ്പം ഏഷ്യാനെറ്റിലായിരുന്നു അത്. രഹസ്യം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ വോയിസ് റിജക്റ്റ് ചെയ്തു അവർ. കാരണം എൻ്റെത് ഭയങ്കര സ്വീറ്റ് വോയിസ്, ഭയങ്കര ഷാലോ ആണ്. അവർ പറഞ്ഞത് റൊമാൻറ്റിക് ക്യാരക്ടേഴ്സിനൊക്കെ ഓക്കെ, പക്ഷെ IPSന് ഒരു ടിപ്പിക്കൽ ഒരു ഒരു ക്ലീഷേ ഒരു ടോൺ വേണമല്ലോ അതിന്. ആ സമയത്ത് എനിക്ക് കുറേ പേര് അതിന് ഡബ് ചെയ്തിട്ടുണ്ട്. ദേവി, സൈറ ചേച്ചി, അങ്ങനെ കുറേ പേര്. ദെൻ രാജീവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് വാടകയ്ക്കൊരു ഹൃദയം, അതിൽ പത്മരാജൻ സാറിൻ്റെ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ മകനാണിത് റീറൈറ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് വളരെ എന്താ പറയുക, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ നമ്മൾ ലൊക്കേഷനിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് വേറെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചില സമയത്ത് നമ്മളെക്കാട്ടിലും ചിലപ്പം പെർഫോം ചെയ്യുന്ന ഒരു സമയങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിന് ഞാൻ ചില സമയത്ത് ഭയങ്കര ദീർഘശ്വാസമൊക്കെ എടുക്കും. ഞാൻ ടൈം എടുത്ത് ചില സമയത്ത് ഞാൻ ഭയങ്കര സ്പീഡിൽ പോകും, ചില സമയത്ത് ഞാൻ ഡെഡ് സ്ലോ ആവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി അതേമാതിരി പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി TV-യിൽ ചിലപ്പം സിനിമയിൽ ഒരുപാട് സമയമെടുത്ത് ഡബ് ചെയ്യുന്നത് കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നല്ലൊരു സമയമുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സീരിയലിൽ എങ്ങനെ ഡേ ടു ഡേ നമ്മൾ ഡബ് ചെയ്യാൻ പോവുക അങ്ങനെയല്ലേ. അപ്പം അത് ചിലപ്പോൾ ഒരാൾക്ക് പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു 1 at a time ആണ് ഞാൻ ഏതായാലും സീരിയൽ ചെയ്യുന്നത്. ഞാൻ വേറെ ഒരെണ്ണത്തിൻ്റെ കൂടെ ചെയ്യാറില്ല. അപ്പം ഞാൻ മനഃപൂർവ്വം അതിനുള്ള സമയം എടുത്ത് ഞാനത് ചെയ്യും. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ അഭിനയിക്കുന്നത് ലൊക്കേഷനിൽ എങ്ങനെയാണോ അത്രയും തന്നെ എൻജോയ് ചെയ്താൽ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാം, ഞാൻ ഡബ് ചെയ്യാം. ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് വൈബ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ചിലപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വൈബ് ചെയ്യും. കാരണം ഈ ഒരു സ്ഥലത്താണ് ഒരു പ്രൊജക്റ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും കാണാനും എന്താ പറയുക, നമുക്ക് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റും. സോ ഡബ്ബിങ് ഈസ് ആക്ച്വലി ഫൺ. ഈ കവിത ചേച്ചിയുടെ ഡബ്ബിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ ചിലപ്പോൾ ഡബ് ചെയ്യാൻ വരുന്നത് 10 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വൈശാഖാണെങ്കിലും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കവിത ചേച്ചി 7-7:30 വന്ന് ഡബ് ചെയ്തിട്ട് പോയിരുന്നു. ഇത്രയും രാവിലെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ അഭിനയിക്കാൻ പോകുന്നത്. അതാണ്, രാവിലെ വന്ന് ഡബ് ചെയ്തിട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു ക്യാരക്ടർ? ശരിക്കും ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറച്ച് വണ്ണം വെപ്പിച്ചോ? ഇല്ല, ആക്ച്വലി വണ്ണം കുറച്ചിട്ട് പിന്നെ ഇപ്പം വണ്ണം വെച്ചതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്റ്റെറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ വണ്ണം വയ്ക്കും. അപ്പം സുമി എന്ന് പറഞ്ഞ കഥാപാത്രം വന്ന സമയത്ത് സുമി വളരെ എന്താ പറയുക, ഭയങ്കര റെഗുലർ ലൈഫ് ഓടിച്ചാടി ജീവിക്കുന്ന ഒരു ടീച്ചറാണ്. എന്താ പറയുക, വീട്ടിൽ ജോലി എടുക്കുന്ന ആളാണ്. അപ്പം നാച്ചുറലി ആ സ്ത്രീ ഭയങ്കര ഒതുങ്ങിയിരിക്കും. ഒരു ടോൺ വരെ അവരുടെ ഒരു അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് കുറച്ചൊന്ന് തുടങ്ങി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. കാരണം എനിക്കൊന്ന് 8 കിലോ 9 കിലോ കുറച്ചിട്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് അതേ കിലോ ഇരട്ടിയായി. കാരണം വെച്ചാൽ ഇവിടെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന മെഡിക്കൽ റീസൺസ് ഉണ്ട്. പിന്നെ ഞാൻ പുട്ട് ഓൺ ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലെടുത്ത് പിന്നെ ഇനി ബാക്കിലോട്ട് പോകണം. പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ വണ്ണമായിട്ടുള്ള അല്ലല്ല, അത് കല്യാണത്തിന് ശേഷം വണ്ണം വെച്ചതാ. ഐ മീൻ ഓൺ സ്ക്രീൻ. ഇപ്പൊ കവിത ചേച്ചി പറയുകയാണെങ്കിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം എനിക്കൊന്നൊരു 10 വർഷം മുമ്പേ കവിത ചേച്ചിയെ കാണുന്ന, അന്ന് കുറച്ചും കൂടെ ലീൻ ആയിട്ടുള്ള ആളായിരുന്നു. എന്താ കൈരളിയിൽ നമ്മുടെ മണിച്ചേട്ടന്റെ മണിമേളം പ്രോഗ്രാം, അതിന് മുമ്പുള്ള പ്രോഗ്രാംസ് ഒക്കെ കവിത ചേച്ചി ചെയ്യുമ്പോൾ ഞാൻ അവിടെ ത്രിൽ ഔട്ടൊക്കെ ചെയ്ത് കൊച്ചു കുട്ടീസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നും ഉള്ളതിലുള്ള ഒരു പരിചയമാണ്. കവിത ചേച്ചി അപ്പോൾ സിനിമയാണോ സീരിയലാണോ ഏതാ അപ്പോൾ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്നത്? എനിക്ക് സിനിമയെ ഞാൻ ഒരുപാട് ചേസ് ചെയ്യാൻ പോയി. 200ാമത്തെ എപ്പിസോഡ് 200 ദിവസമൊന്നും അല്ല നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്, 1.5 വർഷത്തിന് മേളിലായി. അപ്പോൾ ശരിക്കും ആ ഒരു ടച്ച് ഇതിനിടയിൽ ഞാൻ വിളിച്ച മറ്റ് പ്രൊജക്റ്റുകളോ സിനിമയായാലോ വെബ് സീരീസ് ആയാലോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 20-22ഓളം ദിവസം കൊച്ചിയിലാണ്, ഷൂട്ടിനാണ്. ബാക്കി 8 ദിവസം എങ്ങാനും കിട്ടിയാൽ അത് മറ്റു പല കാര്യങ്ങൾക്കായിട്ട് പോകും. പിന്നെ ഇതിനിടയിൽ വേറൊന്ന് എൻ്റെ തലയിൽ കയറ്റാനുള്ള സ്പേസ് ഇല്ല. മറ്റേ ടൈം ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ്. പിന്നെ ടെലിവിഷൻ എനിക്ക് ഓൾവേസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറി. ശരിക്കും എത്ര വർഷമായി ഞാൻ ആങ്കറിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ? 19 വർഷം ആങ്കറിംഗ് തൊട്ടാണ്. ഞാൻ +2-ല് തുടങ്ങിയതാണ് ആങ്കറിംഗ് ഒക്കെ. 19 years. എന്തായാലും അടിപൊളി. ഈ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന 1000 എപ്പിസോഡ് കഴിഞ്ഞങ്ങ് പോട്ടെ. യു ആർ ഓൾവേസ് സ്വീറ്റ്. താങ്ക് യു. ബൈ. എനിക്ക് തോന്നുന്നു എത്രാമത്തെ എപ്പിസോഡ് മുതലാണ് മാത്യു ജോയിൻ ചെയ്യുന്നത്? ഞാൻ ആദ്യം തൊട്ടുണ്ടല്ലേ? അപ്പോൾ 200ാമത്തെ എപ്പിസോഡ് എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു?
വളരെ സന്തോഷം. കാരണം ഞങ്ങൾ ഇതുവരെ കുറേ പ്രതിസന്ധികൾ നേരിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സീരിയലിലൊന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനസ്സുകൊണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് സീരിയൽ കാണുന്ന ഒരാളാണ്. പക്ഷേ സീരിയലിൽ എത്തിപ്പെടുമെന്ന് ഓർത്തില്ല. അതിൻ്റെ മെയിൻ കാരണം സജി സാറാണ്, സജി മിലേനിയം. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു ആൽബം ചെയ്തിരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സീരിയൽ തുടങ്ങുന്നത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഓർത്ത് വെച്ച് എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നുണ്ട്, വരുന്നോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു. ഇവൻ ഐ ലെഫ്റ്റ് മൈ ജോബ് ഫോർ ദിസ്. സോ എനിക്ക് പണ്ട് തൊട്ട് അന്നും ഇന്നും എന്നും അഭിനയമാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പം ലൈക്ക് ചേച്ചിക്കും അറിയാലോ, ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്, ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ മകനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ അഭിനയം. ദാറ്റ്സ് ഇറ്റ്. മാത്യുവിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ആൽബത്തിനാണ് കാണുന്നത്. അതിനകത്ത് എൻ്റെ മകനാണ് മാത്യുവിൻ്റെ കുട്ടിക്കാലം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് മാത്യുവിനെ പരിചയം. അപ്പോൾ എന്തായാലും മാത്യു സീരിയലിലൂടെ തന്നെ ഒത്തിരി പേർക്ക് മാത്യുവിനെ ശരിക്കും പരിചയപ്പെടാനായിട്ട് പറ്റി. അപ്പോൾ ഇനി സിനിമകളിലൂടെയൊക്കെ നിറയെ ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ഷിജു അരൂർ എന്ന് പറഞ്ഞ സാറ്, ഷിജു സാറാണ് ഇതൊരു കരകയറ്റിയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു സാറാണ് ഷിജു സാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹീറോ പ്രിൻസ്, പിന്നെ അതുപോലെ എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ഐശ്വര്യ, ബ്രില്യൻ്റ് ആക്ട്രസ്, തുഷാര, ജയ്, അങ്ങനെ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കവിത ചേച്ചി ശരിക്കും ഒരു ഫാമിലി പോലെയാണല്ലേ നിങ്ങൾ സെറ്റ്? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടും. കാരണം ആസ് എൻ ആക്ടർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ലതായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു. അപ്പം ഇപ്പം കവി ചേച്ചിയായിട്ടുള്ള സീനാണെങ്കിൽ അവരിട്ട് തരുന്നത്, നമുക്ക് ഓരോ സാധനങ്ങൾ തരുന്നത് വെച്ചാണ് നമ്മളും അങ്ങോട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പം ഐശ്വര്യ ആയിക്കോട്ടെ, ഐശ്വര്യാണ് എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവൾ ചെയ്യുന്നത് വെച്ചാണ് ഞാനും അങ്ങോട്ട് തിരിച്ച് കൊടുക്കുന്നത്. അപ്പം അത് വർക്കൗട്ട് ആവുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, പറയുന്നു. അപ്പോൾ വലിയ ഇത്. പിന്നെ നമ്മുടെ DOP നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്കത് കറക്റ്റ് നല്ല രീതിയിൽ അത് ഒപ്പിയെടുക്കുന്നത് നമ്മുടെ DOP ആണ്. അപ്പോൾ പ്രവീൺ എന്ന് പറഞ്ഞ ചേട്ടനും, പിന്നെ മനുചേട്ടനൊന്നും ഇവിടെ ഇല്ല ഇപ്പം നിലവിൽ, അദ്ദേഹം പോയി. അപ്പോൾ അവരൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ച ആൾക്കാരാണ്. അങ്ങനെ എത്രയോളം ആൾക്കാർ നമ്മൾ പേരെടുത്തെടുത്ത് പറയാൻ പറ്റത്തില്ല. ലൈറ്റ് തൊട്ട് പ്രൊഡക്ഷൻ തൊട്ട് എല്ലാ ആൾക്കാരും നമ്മളൊത്തിരി സഹായിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരുടെയും ഒരു എന്താ പറയുക, എല്ലാവരുടെയും ഒരു ഒരുമിച്ചുള്ളൊരു പരിശ്രമമാണ് 200ാമത്തെ എപ്പിസോഡ് വരെ എത്തിയത്. ഇനി മുമ്പോട്ട് പോകട്ടെ, തീർച്ചയായിട്ടും പോകും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, ബൈ. നമ്മുടെ കൂടെ തുഷാരയാണ് കേട്ടോ. തുഷാര, അപ്പോൾ കുറേ എപ്പിസോഡായി. ഇപ്പോൾ ഏത് എപ്പിസോഡ് മുതലാണ് ജോയിൻ ചെയ്തത്? ഞാൻ ഫസ്റ്റ് തൊട്ടുണ്ട്. എപ്പിസോഡ് ഏതാ, 3ാമത്തെ എപ്പിസോഡ് തൊട്ടും കണ്ട് എൻ്റെ ക്യാരക്ടർ വന്നു തുടങ്ങി. തുഷാര എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. ഞങ്ങൾ എന്നും ഇപ്പോഴും മൂവി മുതൽ പരിചയം കുറേ വർഷമായി. അതെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ജേർണി? അടിപൊളിയായിട്ട് പോകുന്നു. ഈ ഇതെന്ന് പറയുക ഒരു പക്ക സീരിയൽ പാറ്റേൺ അല്ലായിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു. നമ്മുടെ ക്രൂ ഒക്കെ അടിപൊളിയാണ്, ആക്ടേഴ്സൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഒരു കുടുംബം പോലെ ഞങ്ങളിങ്ങനെ 200ാമത്തെ എപ്പിസോഡ് എത്തി നിൽക്കുകയാണ്. പ്രേക്ഷകരുടെ അടുത്തു നിന്നാണെങ്കിലും നല്ല റെസ്പോൺസാണ്. എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവരെയും ഭയങ്കര കെയറിങ് ആണ്. ഇപ്പം നായിക സുമി, കവിത ചേച്ചിയായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ആണെങ്കിലും കവിയായിട്ടാണ് എനിക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്, എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ സാരിയൊക്കെ കൊടുത്ത് അങ്ങനത്തെ വേറൊരു ലുക്കാണ്. ശരിക്കും ആൾക്കാർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് മനസ്സിലാവണം, സംസാരമൊക്കെ കേട്ടാലാണ് മനസ്സിലാവുക. എന്നെ ശരിക്കും ഈ ലുക്കിൽ കാണുമ്പോൾ ആ ക്യാരക്ടറും ഇതും നല്ല വ്യത്യാസമുണ്ട്. ഡബിങ് ആരാ ചെയ്യുന്നത്? ഞാൻ തന്നെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും കൊടുത്തില്ല? കൊടുക്കും. എൻ്റെ മുന്നേ അമ്മമ്മകള് വേറൊരു കുട്ടിയെ ചെയ്തത്. പിന്നെ ഇത് ഞാൻ പിന്നെ അത്രയും ഒരു അടുപ്പുണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നല്ല ശബ്ദമാണല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും 200 എപ്പിസോഡായി, 1000 എപ്പിസോഡിന് മുകളിലേക്ക് പോട്ടെ. എല്ലാവിധ ആശംസകളും. ഇയാൾ ഇതിനകത്ത് ഡബ് ചെയ്യുന്നുണ്ടല്ലോ ഒരു കുട്ടിക്ക്? ഉണ്ട്. നമ്മുടെ നവ്യയുടെ അടിപൊളിയായിട്ടുണ്ട്. നവ്യ ഒന്നും വന്നില്ല അല്ലേ? അതെ, ഇപ്പൊ നവ്യയുടെ ക്യാരക്ടർ ഒക്കെ കൂടി ഇപ്പൊ നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ അന്വേഷണം നവ്യയുടെ അടുത്തും കൂടെ ഉറപ്പായിട്ടും. ആളുടെ ഒറിജിനൽ നെയിം എന്താ? നവ്യയുടെ ശ്രുതി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും, നീയും ഭാഗമാണല്ലേ, അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ പ്രോജക്റ്റ് ഒരുപാട് മുന്നോട്ട് പോകട്ടെ, 1000 എപ്പിസോഡെങ്കിലും പോകട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു. ഓക്കേടാ, താങ്ക് യു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും പ്രേക്ഷകർക്ക് നന്ദി മാത്രം. യെസ്, താങ്ക് യു. താങ്ക് യു.